ഇന്നത്തെ റെസിപ്പി ഗോതമ്പൊടി വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ചിക്കൻ മസാല ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമുളക് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഹാഫ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിങ്സിന് പകരമായിട്ട് വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കനും സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില, അത്യാവശ്യം ഒരു പിടുത്തം മല്ലിയില ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു ഫില്ലിങ്സിൽ എരിവ് കുറവുണ്ടെങ്കിൽ പാകത്തിന് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതായത് കാരണം മസാലക്കൂട്ടും നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മസാല നല്ല എരിവ് വേണം കേട്ടോ, എന്നാലാണ് ഈ ഒരു സ്നാക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ വേണ്ടത് പാലാണ്. ഞാനൊരു കപ്പ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് പകരം വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും, പക്ഷേ പാലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഗോതമ്പൊടി ചേർത്തിട്ട് ഒരുപാട് സമയം അടിച്ചെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതിയാവും. ഇനി നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു ഹാഫ് വേവായി കിട്ടിയാൽ മതിയാവും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഹാഫ് വേവായിട്ട് കിട്ടിയാൽ ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫില്ലിങ്സും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ നിന്ന് മുകളിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം 1 ടേബിൾ സ്പൂൺ ഈ ഒരു ഫില്ലിങ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മൊത്തമായിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ബാറ്റർ ആദ്യം സൈഡിലൂടെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടുകയുള്ളൂ. ആദ്യം സൈഡിലൂടെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ വിതറി കൊടുക്കാം. മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, മുട്ടയൊക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അത് ഏകദേശം മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്നൊന്നുമില്ല, ചിലപ്പോൾ ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും, പക്ഷേ അത് പ്രശ്നമില്ല. നമ്മൾ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്
ഓയിൽ സ്പ്രെഡാക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. തണുത്താലും വലിയ കുഴപ്പമില്ല, പക്ഷേ ചൂടോട് കൂടിയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.